നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. KSRTC ഡ്രൈവർ LH യദുവിന്റെ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവരുൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞുവെന്ന് FIR-ൽ പറയുന്നു. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നതടക്കമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത്. FIR-ൽ മേയർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. മേയറും സംഘവും കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞു. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നും ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നും FIR-ൽ വ്യക്തമാക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ, സഹോദരന്റെ ഭാര്യ, കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിങ്ങനെ 5 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. IPC 353, 447, 341, 294B, 201, 34, മോട്ടോർ വെഹിക്കിൾ ആക്ട് 177 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. നേരത്തെ അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. 24 തിരുവനന്തപുരം. മാസപ്പടിയിൽ അന്വേഷണമില്ല. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLA-യുടെ ഹർജി കോടതി തള്ളി. ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന വ്യക്തമായത് കോടതി വിധിയെ സ്വാഗതം ചെയ്ത് CPIM പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് കരിമണൽ ഖനനാനുമതിയുടെ പ്രത്യുപകാരമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. കേസിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. തെളിവായി 5 രേഖകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിന്റെ ഹർജി തള്ളിയത്. കോടതി നിരീക്ഷണങ്ങൾ ഇങ്ങനെ: CMRL പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നുവെന്നും കോടതി ചോദ്യമുന്നയിച്ചു. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. E-way ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും KREML-ന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനതകൾ പരിശോധിക്കുമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്യു കുഴൽനാടനെ CPIM രൂക്ഷമായി വിമർശിച്ചു. കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ശല്യക്കാരനായ വ്യവഹാരിയായി മാത്യു കുഴൽനാടൻ മാറി. യാഥാർത്ഥ്യം തെളിഞ്ഞ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ചവർ മാപ്പ് പറയണമെന്നും CPIM പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിൽ നിർത്തുന്ന പ്രതിപക്ഷത്തിന്റെ ശ്രമത്തിന് തിരിച്ചടിയാണ് വിധി. മേൽക്കോടതികളെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടാനും കോൺഗ്രസിന്റെ ശ്രമം. അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായാണ് വിജിലൻസ് കോടതി വിധിയെന്ന് V. മുരളീധരൻ പറഞ്ഞു. മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദത്തിൽ തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാം. കോടതി മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യം തള്ളിയത് കോൺഗ്രസിന് പക്ഷേ കടുത്ത ക്ഷീണമായി. തെരഞ്ഞെടുപ്പിലടക്കം UDF ഇടതു സ്ഥാനാർത്ഥികളെ നേരിട്ടത് മാസപ്പടി വിവാദമുയർത്തിയാണ്. രാഹുൽ പിണറായി ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങളെത്തിച്ചതും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മാസപ്പടി പരാമർശമാണ്. ED-യെ ഇറക്കി കേന്ദ്രം കുരുക്കുമുറുക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ സമാന്തരമായി വിജിലൻസ് അന്വേഷണം കൂടി നടത്താൻ മുന്നിട്ടിറങ്ങിയത്. പക്ഷേ വേണ്ട തെളിവുകളില്ലെന്ന് പറഞ്ഞ് കോടതി തള്ളിയത് തിരിച്ചടിയായി. മാസപ്പടി കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഇടതുമുന്നണി നേതാക്കൾ ഇതുവരെ പറഞ്ഞത്. കോടതി വിധി കൂടി അനുകൂലമായതോടെ കോൺഗ്രസിനെ നേരിടുക ഈ വടി ഉപയോഗിച്ചായിരിക്കും. ഈ മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തണം. കമ്പനിക്ക് കേസുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായിട്ട് വന്നിട്ടുണ്ടോ? ED അന്വേഷണമാണ് കോൺഗ്രസിന് ഇനിയുള്ള പിടിവള്ളി. ED-യുടെ തുടർ നീക്കമുയർത്തി മുഖ്യമന്ത്രിയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനായിരിക്കും UDF-ന്റെ ആലോചന. മതിയായ രേഖകളില്ലാതെ കോടതിയിൽ പോയത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റാണെന്ന് BJP നേതാവ് V. മുരളീധരൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടും ഈ കേസ് മുഖ്യമന്ത്രിക്ക് ദോഷകരമായിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ എന്ന് അവരാണ് പറയുന്നത്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും.
വടകരയിൽ CPIM പ്രകടനത്തിനിടെ ഗതാഗതം തടസ്സപ്പെട്ടത് ചോദ്യം ചെയ്ത യുവാവിനെ പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി. സമൂഹമാധ്യമങ്ങളിലടക്കം CPIMനെതിരെ യുവാവ് പ്രചാരണത്തിന് ശ്രമിച്ചിരുന്നു. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, എന്താണ് സംഭവിച്ചത്? പ്രവിധ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ LDF വടകരയിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയ്ക്കിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM നടത്തിവന്ന ഈ പൊതുയോഗത്തിനിടയിൽ ഒരു യുവാവ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രകടനത്തെ വിമർശിക്കുകയും അത് നവമാധ്യമങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ട് മാർഗതടസ്സം സൃഷ്ടിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒരു ചിത്രം ആ വീഡിയോ എടുക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടാണ് റാലിയിൽ ഉണ്ടായിരുന്നവർ പ്രകോപിതരാകുകയും അവിടെ കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തത്. ഒരു സംഘം ഈ യുവാവിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. പോലീസ് ഉടൻ തന്നെ എത്തുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ യുവാവിനെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് പോലീസിന്റെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് അവിടുന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി യുവാവിന്റെ രക്ഷിതാക്കൾ എത്തിയ ശേഷം അവർക്കൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. നിലവിൽ യുവാവോ രക്ഷിതാക്കളോ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കേസ് എടുത്തിട്ടില്ല. പരാതി നൽകുന്ന മുറയ്ക്ക് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് സന്ധ്യയോട് കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു UDF അനുഭാവിയായിട്ടുള്ള നേരത്തെ പഠനകാലത്ത് KSUവിന്റെ ഭാരവാഹിത്വം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു യുവാവാണ്. ഇപ്പോൾ സജീവമായ ഒരു രാഷ്ട്രീയക്കാരനല്ല എങ്കിൽ കൂടി ഒരു UDF അനുഭാവിയായിട്ടുള്ള ഒരു യുവാവാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് മുതിർന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ LDFന്റെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും തുടർന്ന് പോലീസ് എത്തി യുവാവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും നിലവിൽ കേസെടുത്തിട്ടില്ല. ഈ യുവാവോ രക്ഷിതാക്കളോ പരാതി നൽകിയാൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വടകര പോലീസ് അറിയിക്കുന്നത്. ശരി, കോഴിക്കോടാണ് സംഭവം. വടകരയിൽ CPIM പ്രകടനത്തിനിടെ ഗതാഗതം തടസ്സപ്പെട്ടത് ചോദ്യം ചെയ്ത യുവാവിനെ പ്രവർത്തകർ മർദ്ദിച്ചെന്നാണ് പരാതി. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കിയാൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും ഇടുക്കിയിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ബുധനാഴ്ച വരെ താപനില ഉയർന്നു നിൽക്കും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ 2 ദിവസം കൂടി തുടരും. കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ബുധനാഴ്ചയോടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന മലപ്പുറത്തും വയനാട്ടിലും വ്യാഴാഴ്ച യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച ഇടുക്കിയിലും യെല്ലോ അലർട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതേസമയം അടുത്ത 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് തുടരും. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഈ മാസം 8 വരെ നീട്ടി. പ്രൊഫഷണൽ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂട്ടോറിയൽസ്, അഡീഷണൽ ക്ലാസുകൾ, സമ്മർ ക്ലാസുകൾ എന്നിവ അടച്ചിടണം. ആവശ്യമെങ്കിൽ ഓൺലൈനായി പ്രവർത്തിക്കാം. കായിക പരിപാടികൾ, പരേഡുകൾ എന്നിവ രാവിലെ 11 മണി മുതൽ 3 മണി വരെ അനുവദിക്കില്ല. തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്താൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കടലാക്രമണത്തിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. തൃക്കുന്നപ്പുഴയിൽ ജനവാസ മേഖലയിൽ വെള്ളം കയറി കടൽഭിത്തി സ്ഥാപിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. ആലപ്പുഴ വളഞ്ഞവഴിയിൽ കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ടെട്രാപോഡുകൾ കടലെടുത്തു. റോഡിൽ മണൽ നിറഞ്ഞതോടെ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കടൽ കയറുമ്പോൾ മാത്രം നോക്കാൻ വരും. വന്നേച്ചും പറയും എല്ലാം ശരിയാക്കാം. പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്ന പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല. ഞങ്ങൾ ഒരാളുകളും വരത്തില്ല. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ തടഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റ സമയത്ത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായാൽ ജനജീവിതം ദുസ്സഹമാകും. കേരള തീരത്ത് നാളെ രാവിലെ 5:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. 24 തിരുവനന്തപുരം.
തമിഴ്നാട് നാഗർകോവിലിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 5 പേർ മുങ്ങി മരിച്ചു. തിരുച്ചിറപ്പള്ളി സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട മറ്റു 3 പേർ ആശാരിപ്പള്ളം ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുഹൃത്തിന്റെ വിവാഹത്തിനായാണ് 12 പേരടങ്ങുന്ന സംഘം കന്യാകുമാരിയിലെത്തിയത്. ഇന്ന് രാവിലെ നാഗർകോവിലിലെ ലെമോരിയ ബീച്ചിലെത്തി. കുളിക്കാനിറങ്ങിയപ്പോൾ 2 പേർ ഒഴുക്കിൽപ്പെട്ടു. ഇവരെ രക്ഷിക്കുന്നതിനിടയിലാണ് ബാക്കിയുള്ളവരും അപകടത്തിൽപ്പെട്ടത്. തഞ്ചാവൂർ സ്വദേശി ചാരുകവി, നെയ്വേലി സ്വദേശി ഗായത്രി, ആന്ധ്രാപ്രദേശ് സ്വദേശി വെങ്കടേഷ്, ദിണ്ടിഗൽ സ്വദേശി പ്രവീൺ, കന്യാകുമാരി സ്വദേശി സർവദീക്ഷിത് എന്നിവരാണ് മരിച്ചത്. പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 3 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. കള്ളക്കടൽ പ്രതിഭാസമുള്ളതിനാൽ കടലിൽ ഇറങ്ങരുതെന്ന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് വിദ്യാർത്ഥികൾ കടലിൽ ഇറങ്ങിയത്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലയായതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. 24 ചെന്നൈ. നോക്കാമിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത രാജ്യം. 93 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. രാജ്യത്ത് സ്ഥിരതയില്ലാത്ത സർക്കാരിനായി വാദിക്കുന്നവരുടെ മുന്നണിയെയാണ് BJP നേരിടുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം തെരഞ്ഞെടുപ്പിൽ ഫലവത്താകില്ലെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി ഉൾപ്പെടെ 40 താരപ്രചാരകരുടെ പട്ടിക BJP പുറത്തുവിട്ടു. उड़ीसा में डबल इंजन की सरकार बनने के बाद यहां बहुत तेजी से विकास होगा और ये मोदी की गारंटी है. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ നവീൻ പട്നായിക് സർക്കാർ അടുത്ത മാസം 4-ന് കാലഹരണപ്പെടുമെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിൽ തോൽവി മുൻകൂട്ടി ബോധ്യപ്പെട്ടതിനാൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ BJP ശ്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. और उनका पूरा का पूरा राज हो और आपके जो अधिकार हैं वो आपसे छीने जाए, ये उनका लक्ष्य है और हम उनको रोकने की कोशिश कर रहे हैं. അമേഠി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് നീക്കങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി ചുക്കാൻ പിടിക്കും. അമേഠിയിൽ 12 ദിവസത്തെ പ്രചരണമാകും പ്രിയങ്ക ഗാന്ധി നയിക്കുക. റായ്ബറേലിയിൽ ഭൂപേഷ് ബാഗലിനും അമേഠിയിൽ അശോക് ഗെഹ്ലോട്ടിനും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ ചുമതല കോൺഗ്രസ് നൽകി. നാളെ നടക്കുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാളെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കത്തെഴുതി രാഹുൽ ഗാന്ധി. ഇത് സാധാരണ തെരഞ്ഞെടുപ്പല്ല, ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നു. വീടുകൾ തോറും BJPക്കെതിരായ പ്രചാരണം ശക്തമാക്കാനും ആഹ്വാനം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ NIA അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ശുപാർശ ചെയ്തു. നിരോധിത ഖാലിസ്ഥാൻ സംഘടനകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചുവെന്ന പരാതിയിലാണ് നടപടി. 2014 മുതൽ 2022 വരെ $16 മില്യൺ ആം ആദ്മി പാർട്ടി കൈപ്പറ്റി എന്നാണ് പരാതി. ന്യൂയോർക്കിൽ അരവിന്ദ് കെജ്രിവാൾ ഖാലിസ്ഥാൻ അനുകൂലികളുമായി രഹസ്യയോഗം ചേർന്നുവെന്നും ആരോപണമുണ്ട്. ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കത്തിനെതിരെ ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. ലഫ്റ്റനന്റ് ഗവർണർ BJPയുടെ ഏജന്റാണ് എന്നാണ് വിമർശനം. EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ച വിവാദം മാധ്യമ സൃഷ്ടിയെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. പൊതുപ്രവർത്തകർ പലരുമായും ചർച്ച നടത്തുമെന്നും പ്രകാശ് ജാവ്ദേക്കർ. കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. Now I think so much you have written about it. I don't know. In politics we meet many people, many politicians, many social workers, many good scientists, many various walks of life. And that's normal.
Nothing else. There is controversy. You have see. I don't react to a manufactured controversy. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, ജാവ്ദേക്കറിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഈ BJPയുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേരാനിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാനാണ് പ്രകാശ് ജാവ്ദേക്കർ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകർ EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച ചോദ്യം ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് ജാവ്ദേക്കർ തയ്യാറായത്. 2 വരിയിൽ മാത്രമായിരുന്നു ആ വിഷയത്തിലെ മറുപടി അദ്ദേഹം ചുരുക്കിയത്. അതിൽ പ്രധാനമായും വിവാദങ്ങൾ, അങ്ങനെ ഒരു വിവാദവുമില്ല, വിവാദങ്ങളെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം നടത്തിയ പരാമർശം. മാത്രമല്ല, പൊതുപ്രവർത്തകർ പല മേഖലകളിലുള്ളവരുമായി ചർച്ച നടത്തും, അത്തരം കൂടിക്കാഴ്ചകളൊക്കെ സ്വാഭാവികമെന്ന് മാത്രം പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു. മറ്റു വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചെങ്കിലും ഇതിൽ കൂടുതൽ സംസാരിക്കാനോ പ്രതികരിക്കാനോ പ്രകാശ് ജാവ്ദേക്കർ തയ്യാറായില്ല. നേരത്തെ EP ജയരാജനും ഈ നിലയിലൊരു സ്റ്റാൻഡായിരുന്നു എടുത്തിരുന്നത്. അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ സംസാരിച്ചത് മാത്രമാണ് എന്നായിരുന്നു EP ജയരാജന്റെയും ഈ വിഷയത്തിലെ വാദം. ഏറെക്കുറെ അതിന് സമാനമായൊരു വാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറും നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനും തമ്മിൽ എന്തെങ്കിലും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയാനും പ്രകാശ് ജാവ്ദേക്കർ തയ്യാറായില്ല. പ്രവിത. ശരി, EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ച വിവാദം മാധ്യമ സൃഷ്ടിയാണെന്നാണ് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിന്റെ പ്രതികരണം. KPCC അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കാത്തതിൽ അതൃപ്തനാണെന്ന വാർത്ത നിഷേധിച്ച് കെ സുധാകരൻ. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതോടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം നേതൃത്വം കൂട്ടായി എടുത്തതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞയുടൻ അധ്യക്ഷസ്ഥാനം തിരികെ വേണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ചുള്ള പ്രചാരണം പാർട്ടിയുടെ ശത്രുക്കൾ കെട്ടിച്ചമച്ചതാണെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. ഇനി വിയോഗ വാർത്തയിലേക്കാണ്. നടി കനകലതയ്ക്ക് വിട. നടി കനകലത അന്തരിച്ചു. 350-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സലിം, 350-ലേറെ ചിത്രത്തിൽ അഭിനയിച്ച മലയാളികൾക്കേറെ സുപരിചിതയായ ഒരു കലാകാരിയെയാണ് നഷ്ടമായിരിക്കുന്നത്. മരണം എങ്ങനെയായിരുന്നു? ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകൾ എങ്ങനെയായിരിക്കും? പൊതുദർശനം എപ്പോഴായിരിക്കും? വിവരങ്ങൾ. പ്രവിത, ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെ കുറിച്ചുള്ള ആലോചനയിലാണ് ഇപ്പോൾ. നാളെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ സംസ്കാരം നടത്തും എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. പാർക്കിൻസണും ഒപ്പം തന്നെ മറവി രോഗവും കാരണം ഏറെക്കാലമായി ദുരിതാവസ്ഥയിലായിരുന്നു ഈ നടി കനകലത ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ മുഖ്യധാരയിൽ നിന്ന് ഏറെക്കാലമായി അകന്നു നിൽക്കുകയായിരുന്നു നടി കനകലത. അതിനുശേഷം ഇപ്പോൾ ഈ വീട്ടിൽ തന്നെയായിരുന്നു ഏറെക്കാലമായി വിശ്രമ ജീവിതവും നയിച്ചിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് 2022 ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം അത് ഡിമെൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിച്ചത്. പിന്നീട് വലിയ നിലയിൽ ചികിത്സ നടത്തിയെങ്കിലും ഒന്നും ഗുണമുണ്ടാകാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിലാണ് ഇന്ന് കനകലത അന്തരിച്ചു എന്ന വാർത്ത വരുന്നത്. പ്രവിത. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. നടി കനകലത അന്തരിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ മിനി ബസ് 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്ക് പരുക്കേറ്റു. അപകട സമയത്ത് വാഹനത്തിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, അപകടമുണ്ടായത് എങ്ങനെയാണ്? പരുക്കേറ്റ ഡ്രൈവറുടെ ആരോഗ്യനില തൃപ്തികരമാണോ? പ്രവിത, ഇന്ന് വൈകിട്ട് 8:45 ഈ അപകടം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം ഈ യാത്രക്കാരെ ഇറക്കി അവർ വെള്ളച്ചാട്ടം കാണാൻ പോയ സമയത്ത് ഈ ബസ് തിരിക്കുന്നതിനിടയിലാണ് ബസ് ഈ 50 അടി താഴ്ചയിലേക്ക് മറിയുന്നത്. ആ സമയത്ത് ഈ തിട്ടയോട് ചേർന്ന് ഉള്ള ഭാഗത്താണ് ഈ വാഹനം തിരിക്കുന്നത്. ആ സമയത്ത് ഒരു ടയർ ഈ കുഴിയിലേക്ക് ചാടുകയും പിന്നാലെ ബസ് മറിയുകയുമായിരുന്നു. ഈ 50 അടി താഴ്ചയിൽ മരം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഈ ബസ് മരത്തിൽ തങ്ങി നിന്നു. ഇല്ലെങ്കിൽ ചാലക്കുടി പുഴയിലേക്ക് ഈ ബസ് മറിഞ്ഞേനെ. എന്തായാലും ഈ യാത്രക്കാരില്ലാതിരുന്നതാണ് ഈ വലിയ ദുരന്തം ഒഴിവാക്കിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ ബസ് മറിഞ്ഞതോടുകൂടി തന്നെ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഡ്രൈവറെ എന്തായാലും നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പ്രവിത. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിൽ മിനി ബസ് 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അപകട സമയത്ത് വാഹനത്തിൽ യാത്രക്കാർ ഉണ്ടാകാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മൂവാറ്റുപുഴയിൽ വയോധികയെ കഴുത്തും ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മൂവാറ്റുപുഴ
കുഴുമ്പിത്താഴം സ്വദേശി കൗസല്യയുടെ മരണത്തിലാണ് മകൻ ജോജോ പിടിയിലായത്. 3 പവന്റെ സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണ് ജോജോ മാതാവിനെ കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയിലാണ് കൗസല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജോജോ പിടിയിലാകുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചു. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. ചേർപ്പ് പോലീസാണ് 3 പേരെ പിടികൂടിയത്. വെങ്ങണിശ്ശേരി ശിവപുരം കോളനിയിലെ മനുവാണ് ഇന്ന് പുലർച്ചെ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് വെങ്ങിടിശ്ശേരി ശിവപുരം സ്വദേശി 27 വയസ്സുള്ള മനു എന്ന മഹേഷിനെ പ്രതികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപം റോഡരികിലാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക കാരണം. കോടന്നൂർ സ്വദേശികളായ കൊടപ്പുള്ളി വീട്ടിൽ മണികണ്ഠൻ, പ്രണവ്, മാരാത്ത് വീട്ടിൽ ആഷിഖ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് പിടികൂടിയത്. മണികണ്ഠൻ നേരത്തെയും കൊലപാതക കേസിലുൾപ്പെടെ പ്രതിയാണ്. ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിവിരോധത്തിന്റെ പേരിലും പിന്നെ 2 വ്യക്തികൾ തമ്മിലുണ്ടായ ഒരു കേസിൽ ഇവർ അതിന്റെ ഒരു ഭാഗം ചേർന്ന് ചെയ്ത നടപടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത്. അതിലിപ്പോൾ നമ്മൾ 3 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കൂടുതൽ ആളുകളുണ്ടോയെന്ന് അന്വേഷിക്കാനുണ്ട്. ഇതിൽ 1-ാം പ്രതി കാപ്പ നിയമപ്രകാരം ഓൾറെഡി അയാൾക്കെതിരെ ഉത്തരവുണ്ടായിരുന്നതാണ്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് പൂത്തിറക്കൽ പാടത്തു നിന്ന് കണ്ടെടുത്തു. 24 തൃശൂർ. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ഫലപ്രദമായ വിദേശ മാതൃകകൾ പകർത്താനൊരുങ്ങി കേരളം. വനത്തിനുള്ളിൽ ജലലഭ്യത ഉറപ്പാക്കാനും അധിനിവേശ സസ്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും നടപടിയെടുക്കും. ഇന്നു ചേർന്ന വിദഗ്ധ സമിതി യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരമാർഗം കണ്ടെത്താനാണ് സർക്കാർ അന്താരാഷ്ട്ര വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചത്. ഇന്നായിരുന്നു ആദ്യ യോഗം. വന്യമൃഗശല്യം രൂക്ഷമായ 10 ഇടങ്ങളിൽ ആദ്യഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ഏർലി വാർണിംഗ് സിസ്റ്റം ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും പ്രയോജനപ്പെടുത്തും. മറ്റ് രാജ്യങ്ങളിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ സംസ്ഥാനത്തും നടപ്പിലാക്കാൻ യോഗത്തിൽ ധാരണയായി. ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചെലവ് ചുരുങ്ങിയതും ഫലപ്രദവുമായ മാർഗങ്ങൾ മാതൃകയാക്കും. കാടിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഉൾവനത്തിൽ ജലലഭ്യത ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കാനും കേരളത്തിലെ വനമേഖലയിൽ അധിനിവേശ സസ്യങ്ങളുടെ ഉന്മൂലനം ത്വരിതപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടാകും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. വനമന്ത്രി AK ശശീന്ദ്രൻ, വനം വകുപ്പ് മേധാവി, ചീഫ് സെക്രട്ടറി എന്നിവർക്ക് പുറമെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അംഗങ്ങളും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ CITU. പുതിയ മാറ്റങ്ങൾ CITU അംഗീകരിച്ചുവെന്ന ഗതാഗത മന്ത്രിയുടെ വാദം തെറ്റാണ്. സമരത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ലെന്ന വിശദീകരണം ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊടിക്കൈ മാത്രമാണെന്ന് സംയുക്ത സമരസമിതി ആരോപിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങി. പരിഷ്കരിച്ച ഉത്തരവ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കാൻ ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകി. വിവിധ സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ മാറ്റങ്ങൾക്ക് CITU കൈയടിച്ചുവെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം 24-നോട് വ്യക്തമാക്കിയത്. മന്ത്രി പറഞ്ഞത് തെറ്റാണെന്നും മന്ത്രിക്ക് ചേർന്ന പണിയല്ല ഗണേഷ് കുമാറിൻ്റേതെന്നും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT അനിൽ വിമർശിച്ചു. അതൊരു കാരണവശാലും ശരിയല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. കാരണം CITU സംഘടന അംഗീകരിക്കാത്ത ഒരു കാര്യം കൈയടിച്ച് പാസ്സാക്കിയെന്ന് മാധ്യമങ്ങളിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല. CITU സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഈ മാസം 23-ന് നടക്കുന്ന ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ തുടരും. പരിഷ്കരണത്തിന് ഇളവ് അനുവദിച്ചുള്ള ഉത്തരവ് പൊടിക്കൈ മാത്രമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി പറയുന്നത്. ഉത്തരവ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. ഇത് പരിഹരിക്കാനും ഉത്തരവ് കർശനമായി നടപ്പിലാക്കാനും ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകി. ഉത്തരവ് പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സംയുക്ത സമരസമിതി. ആ സർക്കുലർ പിൻവലിക്കുന്നവരെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ, കേരളത്തിലെ ജനങ്ങളുടെ കൂട്ടായ്മ സമരമുഖത്താണ്. ആ സമരത്തിന് നിങ്ങളുടെ ധാർമ്മികമായ പിന്തുണ ഞങ്ങൾ തേടുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാഹനങ്ങളും ടെസ്റ്റ് ഗ്രൗണ്ടുകളും വിട്ടു നൽകിയില്ല. ഇതോടെ ടെസ്റ്റിനെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഒരു വിഭാഗം CITU പ്രവർത്തകരും പ്രതിഷേധിച്ചു. തൽക്കാലം പ്രതിഷേധം ഒഴിവാക്കാൻ സംസ്ഥാന നേതൃത്വം ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ന്യൂസിലേക്ക് വീണ്ടും. പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട കേസിൽ HD ദേവഗൌഡ, HD കുമാരസ്വാമി എന്നിവരുടെ പേര് മാധ്യമങ്ങൾ പരാമർശിക്കരുതെന്ന് കോടതിയുടെ ഉത്തരവ്. HD ദേവഗൌഡയുടെ ഹർജിയിൽ 86 മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് ബംഗളൂരു സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതായി കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര അറിയിച്ചു.
JDS നേതാവ് HD ദേവഗൌഡയുടെ കൊച്ചുമകനാണ് പ്രജ്വൽ രേവണ്ണ. പ്രജ്വൽ രേവണ്ണ പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ തന്റെ പേര് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയാണ് ദേവഗൌഡ രാജ്യത്താകെയുള്ള 86 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചത്. HD ദേവഗൌഡ, പ്രജ്വലിന്റെ പിതൃസഹോദരൻ HD കുമാരസ്വാമി എന്നിവർക്കെതിരായ പരാമർശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ഇതോടെ പ്രജ്വൽ രേവണ്ണ കേസുമായി ബന്ധപ്പെട്ട് ദേവഗൌഡ, കുമാരസ്വാമി എന്നിവരുടെ പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിക്കാൻ മാധ്യമങ്ങൾക്കാവില്ല. അതിനിടെ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയെ പിടികൂടാൻ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. Blue corner notice has already been issued. We will see, they will locate him wherever he is, and after that, they procedurally whatever required or necessary, SIT will do it to bring him here. പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയവരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭയം കാരണം പുറത്തു പറയാത്തവരാണ് കൂടുതലും. അവരെ കണ്ടെത്തി നിയമസഹായം നൽകാനാണ് ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയത്. അതിക്രമം നേരിട്ടവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. 24 ബംഗളൂരു. പുതിയ പാർട്ടിയാകാൻ സംസ്ഥാനത്തെ ജനതാദൾ എസ് നേതൃത്വം. കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നീക്കം. സംസ്ഥാന പാർട്ടി രൂപീകരിച്ചേക്കും. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയാണ്. JDS ദേശീയ നേതൃത്വം NDയുടെ ഭാഗമായപ്പോഴും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കാനാണ് JDS കേരള ഘടകം തീരുമാനിച്ചത്. ഇത് പ്രതിപക്ഷം വലിയ വിവാദമാക്കി ഉയർത്തിയപ്പോഴും CPM പൂർണ്ണ പിന്തുണ JDS കേരള ഘടകത്തിന് നൽകി. CK നാണു അടക്കമുള്ളവർ കേരള ഘടകത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. അപ്പോഴും എന്ത് തീരുമാനമെടുക്കുമെന്ന ആശയക്കുഴപ്പം മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഉണ്ടായിരുന്നു. എന്നാൽ കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട പീഡന വിവാദം ഉയർന്നു വന്നതോടെ പുതിയ നീക്കത്തിലേക്ക് കടക്കുകയാണ് JDS കേരള ഘടകം. പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങി. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശം ചർച്ചയാകും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റന്നാൾ സംസ്ഥാന നേതൃയോഗം ചേരും. 24 തിരുവനന്തപുരം. കേരളത്തിന്റെ ഗ്രാന്റ് വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പു നൽകിയതായി ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി KV തോമസ്. വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് പെരുമാറ്റച്ചട്ടം തടസ്സമാകില്ലെന്നും KV തോമസ് പറഞ്ഞു. അത് പരിഹരിക്കുന്നതിനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യൂഷ്വലായിട്ട് പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോവുകയും ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങളും കേരളത്തിന് വേണ്ടി ന്യായമായി കിട്ടുന്ന, നമ്മൾ ഔട്ട് ഓഫ് ദ വേ അല്ല ഒന്നും ചോദിച്ചിരിക്കുന്നത്, എല്ലാം ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളാണ്. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, സഹായിച്ചിട്ടുമുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയില്ല. പക്ഷേ നമ്മൾ വികസന കാര്യത്തിൽ ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ് കേരളം. അത് അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സാഹചര്യത്തിൽ നൽകേണ്ട സഹായങ്ങളെല്ലാം നൽകണം. വാർത്തകളിലേക്ക് വീണ്ടും. കൊച്ചി പനമ്പള്ളി നഗറിൽ മാതാവ് കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. കൊച്ചി കോർപ്പറേഷനും പോലീസും ചേർന്നാണ് സംസ്കരിച്ചത്. ഇതിനുള്ള സമ്മതപത്രം പോലീസിന് യുവതി എഴുതി നൽകിയിരുന്നു. മണിക്കൂറുകൾ മാത്രമുള്ള ആയുസിൽ അനുഭവിച്ചു തീർത്ത വേദനകൾ, മോർച്ചറിയുടെ തണുപ്പിൽ വിറങ്ങലിച്ചുപോയ കുഞ്ഞു ശരീരം, പുല്ലേപ്പടി പൊതുശ്മശാനത്തിലേക്കെത്തിയ ആംബുലൻസിൽ നിന്നും പൊള്ളുന്ന വേദനയോടെ പോലീസുകാർ പുറത്തേക്കെടുത്തുവച്ചു. ജനിച്ചയുടൻ വേദനകൾ മാത്രം അനുഭവിച്ച അവന് പൂക്കളും കളിപ്പാട്ടവും നൽകി മടക്കയാത്ര. ആരുമില്ലാതെ ആരും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നില്ലെന്ന്. അന്ത്യയാത്രയിൽ ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാനെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മളെല്ലാം മരണപ്പെടുമ്പോൾ നമുക്കെല്ലാം വേണ്ടി കാത്തിരിക്കാനും ഈ മൃതശരീരം ഏറ്റുവാങ്ങാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിൽ ആരും അനാഥരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത്. മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ കുഞ്ഞിന് അന്ത്യവിശ്രമം ഒരുക്കിയതിന് സമീപമായി അവനും ഒരിടം കണ്ടെത്തി. കൊച്ചി.
വ്യായാമത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി നടത്തം പ്രോത്സാഹിപ്പിക്കുന്ന വോക്കറോ വാക്കിംഗ് കമ്മ്യൂണിറ്റി കൊച്ചിയിൽ ക്ലൈമത്തോൺ സംഘടിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്വീൻസ് വാക്ക്വേയിൽ നടന്ന പരിപാടിയിൽ 400-ലേറെ പേർ പങ്കെടുത്തു. കൊച്ചി കോർപ്പറേഷൻ കൌൺസിലറും KPCC ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. വാർത്തകൾ ചുരുക്കത്തിൽ. 2020 ലോകകപ്പിന് ഭീകരാക്രമണ ഭീഷണി. IS ഭീഷണി സന്ദേശം ലഭിച്ചത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിന്. കനത്ത സുരക്ഷയൊരുക്കുമെന്ന് ICC. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.